നമസ്കാരം. 1-2 ദിവസത്തിന് മുമ്പ് സത്യസായി ബാബ ട്രസ്റ്റൊക്കെ നടത്തിയ ഒരു പരിപാടിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സച്ചിൻ തെണ്ടുൽക്കറും മുൻ ലോകസുന്ദരി ഐശ്വര്യ റായിയൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ ഐശ്വര്യ റായി നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ചില വാർത്ത നമ്മളിലേക്ക് വിളമ്പി തന്നിരുന്നു. നരേന്ദ്രമോദിയെ മുന്നിലിരുത്തി ഐശ്വര്യ റായി അദ്ദേഹത്തിന് എന്തോ ഉപദേശം കൊടുക്കുന്ന തരത്തിലാണ്, മറ്റൊരു രീതിയിലാണ് അവരിവിടെ അവതരിപ്പിച്ചത്. നമുക്ക് ഒരു മതമേ ഉള്ളൂ, ഒരു ജാതിയേ ഉള്ളൂ, സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ പ്രസംഗത്തിലെ കുറച്ച് വാചകങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ശ്രീനാരായണ ഗുരു പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഇതെല്ലാം ഈ ഹൈന്ദവ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലുള്ളവർക്ക് മാത്രം പറയാൻ പറ്റുന്ന ചില വാചകങ്ങളാണ്. മറ്റേതെങ്കിലും മതസ്ഥർക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒറ്റ മതം ഒരു ജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ഒന്നല്ലേ എന്ന തരത്തിൽ ചിന്തിക്കാൻ മറ്റാർക്കെങ്കിലും പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനെപ്പോലും ഇത് മോദിയോടുള്ള എന്തോ ഉപദേശമാണെന്ന തരത്തിലാണ് ഇവർ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം ഐശ്വര്യ റായി എന്ത് ചെയ്തു എന്ന് ഇവർ കാണിച്ചില്ല. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ പ്രസംഗം കഴിഞ്ഞു, സായിറാം പറഞ്ഞു, ജയ് ശ്രീറാം പറഞ്ഞു. അതിനുശേഷം നേരെ പോയി നരേന്ദ്രമോദിയുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്നു. അദ്ദേഹം ഒരു കാർന്നവർ എന്ന പോലെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. ആർക്കും ഒരു അസ്വാഭാവികതയില്ല. ഒന്നാമത് നമുക്കറിയാം, അവർ തമ്മിൽ തന്നെ പ്രായ വ്യത്യാസമുണ്ട്. ഐശ്വര്യ റായിക്ക് 52 വയസ്സ്, മോദിക്ക് 75 വയസ്സ് കഴിഞ്ഞു. 23 വയസ്സിൻ്റെ വ്യത്യാസം അവിടെ തന്നെയുണ്ട്. മാത്രമല്ല ഐശ്വര്യ റായി രാഷ്ട്രീയക്കാരിയൊന്നുമല്ല. ഐശ്വര്യ റായി ഒരു ഹൈന്ദവ വിശ്വാസിയാണ്, ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഐശ്വര്യയ്ക്ക് നരേന്ദ്രമോദിയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കാൻ ഐശ്വര്യമായിട്ടുള്ള 100 കാരണങ്ങൾ വേറെ കാണും. ഒരു പക്ഷേ അവരുടെ സംസ്കാരം തന്നെയായിരിക്കും പ്രധാനം. മറ്റ് പ്രധാനമന്ത്രി പദം എന്നത് ഒരു ഉയർന്ന പദമാണ്. രാജ്യത്തും വിദേശത്തും ആദരവും ബഹുമാനവും ഒക്കെ കിട്ടുന്നൊരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ഒരു ഋഷിതുല്യമായിട്ടുള്ള ജീവിതം, അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് ഐശ്വര്യയ്ക്ക് അത് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഓറ, ഈ ബാഹ്യമായിട്ടുള്ള രൂപ ഐശ്വര്യം, അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന പോസിറ്റിവിറ്റി, ഇത് ഞാൻ പറയുന്നതല്ല, അദ്ദേഹത്തുമായിട്ട് പരിചയപ്പെടുകയും കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളും, അതിൽ മതജാതി വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഐശ്വര്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് നമസ്കരിക്കാൻ നിരവധി കാരണങ്ങൾ കിടപ്പുണ്ട്. ഒരു പ്രശ്നവുമില്ല, ആരും നെഗറ്റീവ് കമൻസും അങ്ങനെയൊന്നും അതിൽ വരത്തില്ല, ഇട്ടിട്ടും കാര്യമില്ല. ഓക്കെ, നമുക്ക് ഈ വിഷയം അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇനി നോക്കുക. ഏതാണ്ട് സമകാലികരായിട്ടുള്ള 2 പേർ, പ്രായ വ്യത്യാസം എന്നത് കേവലം 1 വയസ്സാണ്. ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിന് 74 വയസ്സാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് 75 വയസ്സാണ്. അവർ ഈ രാഷ്ട്രീയ അനുഭവ പരിചയം വെച്ച് നോക്കിയാലും 2 പേരും ഏതാണ്ട് ഒരേപോലെയാണ്. നരേന്ദ്രമോദിയും ഒരു സംസ്ഥാനത്ത് കുറേ കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്നു, ഇപ്പോൾ ദീർഘകാലമായിട്ട് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നു. എന്നാൽ നിതീഷ് കുമാർ 20 വർഷമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു. അതിനിടയ്ക്ക് 10 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇതിനു വേണ്ടിയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. 2014 വരെ മോദിയുടെ വലിയ വിമർശകനായിരുന്നു, നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തോട് മോഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിതീഷ് കുമാർ. പിന്നീട് BJPയുടെ കൂട്ടുകൂടിയെങ്കിലും ഇടയ്ക്ക് 2 തവണ പിണങ്ങിപ്പോവുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ അടുക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമീപത്ത് അദ്ദേഹം കാണിക്കുന്നൊരു ആദരവും ബഹുമാനവും ഏവരെയും അത്ഭുതപ്പെടുന്നതാണ്. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാലുപിടുത്തം എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ അത് ചേരില്ല. കാരണം ഒരു അഴിമതിയുടെ കറ പുരളാത്തൊരു വ്യക്തിയാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തെ മറ്റ് പല ആരോപണം കണ്ടേക്കാം, പക്ഷേ ഒന്നും മോഷ്ടിക്കേണ്ട കാര്യം, അടിച്ചു മാറ്റേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. ഇതുവരെ ഇത്രയും നീണ്ട അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ അദ്ദേഹം എന്തെങ്കിലും അഴിമതി നടത്തിയായിട്ട് ഒരു ആരോപണമില്ല. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ മറ്റാരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, അറിയില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാരണം കൊണ്ടും ഈ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാൽപിടുത്തം നടത്തേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം നരേന്ദ്രമോദിയുടെ പാദം ഇങ്ങനെ തൊട്ട് നമസ്കരിക്കാൻ ഒരുക്കിയത്? അത് ഒരു തവണയല്ല, ഇതിന് മുമ്പും പലതവണ നമ്മൾ അത് കാണുന്നു. അത് ഈ അടുത്ത സമയത്താണ് അദ്ദേഹം ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്, അദ്ദേഹം കുറച്ച് നാളായിട്ട് അദ്ദേഹം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്. നരേന്ദ്രമോദി എല്ലാം വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഈ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം എല്ലാത്തിലൊന്നും പ്രതികരിക്കാറില്ല. പക്ഷേ പ്രധാനപ്പെട്ട വ്യക്തികൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നാലോ, പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ കുടുംബത്തിലുള്ള ആരെങ്കിലും മരണപ്പെട്ടാലോ ഒക്കെ അദ്ദേഹം കൃത്യമായിട്ടും അവിടെ അദ്ദേഹത്തിൻ്റെ ഒന്നുകിൽ സമീപം ഉണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചെങ്കിലും ചോദിക്കും. ഈ അടുത്ത കാലത്ത് തന്നെ രാജ്ദീപ് സർദേശായി എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തനമുണ്ട്. അദ്ദേഹം കടുത്ത മോദി വിരുദ്ധനായിരുന്നു. എത്രയോ കാലം എന്തൊക്കെ തരത്തിൽ നരേന്ദ്രമോദിനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ കുറച്ചാൾ മുമ്പ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. ചികിത്സയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഫോൺ വരുന്നു. ഫോൺ എടുക്കുമ്പോൾ ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായിരുന്നു. പിന്നീട് അദ്ദേഹം ഏതാണ്ട് 1/2 മണിക്കൂർ സംസാരിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. 1/2 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ അസുഖ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഈ ചികിത്സയ്ക്ക് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല. അദ്ദേഹം തന്നെ പറയുന്നു, പ്രധാനമന്ത്രിക്ക് എന്നെ വിളിച്ച് ഇത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം വിളിച്ച് ചോദിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബന്ധുക്കളൊക്കെ കടുത്ത മോദിയുടെ ആരാധകരായി മാറുന്നു. അദ്ദേഹത്തിനും അത് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തരും അവരുടെ അനുഭവത്തിലൂടെയാണ് മുൻവിധികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ ആരാധകരാണ്. ഒരു പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നിതീഷിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അദ്ദേഹം നിരന്തരമായിട്ട് ഒരു പക്ഷേ അത് അന്വേഷിക്കുന്നുണ്ടാവാം. മുൻപ് കേട്ടിട്ടുള്ള വ്യക്തിയല്ല ഈ വ്യക്തിയെന്ന് നിതീഷ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ
നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകരായിട്ടുള്ള സുഡാപ്പികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ മനുഷ്യൻ്റെ ഉള്ളിൽ സംതിങ് എന്തോ ഈ വിമർശകരൊന്നും കാണാത്ത എന്തോ ഒരു ചൈതന്യം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ പ്രായമുള്ള അത്രയും അനുഭവ സമ്പത്തും രാഷ്ട്രീയ പരിചയമുള്ള തലപ്പൊക്കമുള്ള ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ പാദം നമസ്കരിക്കാൻ പോകുന്നു എന്ന് വരുന്നിടത്ത് അതൊരു കാലുപിടുത്തമല്ല എന്ന് അറിയുക. അത് ആത്മാർത്ഥമായിട്ടുള്ളൊരു ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കലാണ്. അതിൻ്റെ പിന്നിൽ ഉള്ള കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല, അനുമാനങ്ങൾ മാത്രമാണ്. പക്ഷേ ആ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഈ വ്യക്തിയിൽ എന്തോ തങ്ങളില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിതീഷിനെ പോലെ ഒരാൾക്ക് അങ്ങനെ തല കുനിച്ച് നരേന്ദ്രമോദിയുടെ പാദത്തിൽ തൊടാൻ പറ്റുന്നത്. പല തവണ നമ്മൾ പല മുഖ്യമന്ത്രിമാരും ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നേരത്തെ YSRൻ്റെ മകൻ ജഗ്മോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നമ്മളിത് കണ്ടു, അദ്ദേഹം ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളുടെ വർണ്ണത്തലവന്മാർ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രി ഇതുപോലെ ചെയ്യുന്നത് കണ്ടു. പിന്നെ സാധാരണ ആളുകളൊക്കെ ഇത് നിരന്തരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ പ്രായവ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അവർ കാണുന്ന ആരാധ്യ പുരുഷൻ എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ അവിടുന്ന് ഇതൊരു വ്യത്യാസമാണ്. ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ രാഷ്ട്രീയത്തിൽ വരികയും ദീർഘകാലം ഭരണാധികാരികൾ ആയിട്ടിരിക്കുകയും വലിയ പ്രായവ്യത്യാസമൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. അതിലൊരാൾ മറ്റൊരാളെ അത്രയേറെ ആദരവോടെ ബഹുമാനത്തോടെ കാണുന്നുണ്ട് എങ്കിൽ ഈ വിമർശകരും രാഷ്ട്രീയ എതിരാളികളും ആ മനുഷ്യന് നേരെ പറയുന്ന ഈ ആരോപണങ്ങളൊക്കെ വെറുതെയാണെന്ന് പറയേണ്ടി വരും. വെറും വെറുതെയാണ്, ഒന്നും വേശാൻ പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല. നരേന്ദ്രമോദി എന്ന ആ വ്യക്തിയെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചുകൊണ്ട് എപ്പോഴൊക്കെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ ആട്ടപ്പടലം പൊട്ടിയിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, പരിശോധിച്ച് നോക്കും. 2014 മാത്രമാണ് ഒരുപക്ഷെ നരേന്ദ്രമോദിയെ വ്യക്തിപരമായിട്ട് അവരങ്ങനെ ആക്രമിക്കാതെ. അതിനു മുമ്പ് ചൗക്കിദാർ ചോർക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് മുദ്രാവാക്യമുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ അല്ലായിരുന്നു. ഇത്തവണ അവർ വേറെ കുറേ കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധിച്ചത്. അതുപോലെ തന്നെ ഈ കെജ്രിവാളിനോട് ചോദിച്ചാലും അറിയാൻ പറ്റും. കെജ്രിവാളിൻ്റെ അധികാരത്തിൻ്റെ തുടക്ക സമയത്തൊക്കെ അദ്ദേഹം മോദിയെ നിശിതമായിട്ട് വിമർശിച്ചു. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പ്ലേറ്റ് മാറ്റി. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോട് തന്നെ പറഞ്ഞു, മോദിയെ വ്യക്തിപരമായിട്ട് നിങ്ങൾ ഒന്നും പറയാൻ പാടില്ല. ഇനി പിണറായി വിജയനെ ഒന്ന് നോക്കാം. പിണറായി വിജയൻ ഇന്ന് വരെ മോദിയുടെ പേരെടുത്ത് ഒരു വിമർശനം നടത്തിയിട്ടില്ല. പിണറായി വിജയൻ ഇങ്ങനെ കാട് അടച്ച് വെടിവെക്കും പോലെ RSS, സംഘപരിവാർ, ഫാസിസം ഇത്തരം കാര്യങ്ങൾ പറയുന്നതല്ലാതെ മോദിയുടെ പേര് എടുത്തൊന്നും അദ്ദേഹം ഇതുവരെ വിമർശിച്ചിട്ടില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആ മനുഷ്യനെ വ്യക്തിപരമായിട്ട് നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ സഹിക്കില്ല. അതായത് ജനങ്ങൾ ഈ വിമർശകരൊന്നും കാണാത്ത ഒരു പ്രത്യേകത, ഒരു ചൈതന്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ശക്തിയോ തങ്ങൾ ആകർഷിക്കപ്പെടുന്നൊരു എന്തോ ഒരു സംതിങ് ആ മനുഷ്യനുണ്ട്. അതിനാൽ അദ്ദേഹത്തിനെയോ അദ്ദേഹത്തിൻ്റെ പിതാവിനെയോ മാതാവിനെയൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ആ ശ്രമിച്ചവരെ പാഠം പഠിക്കും. ബീഹാറിൽ കൂടി നമ്മൾ കണ്ടതാണ്. BJP പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ അവർക്ക് സീറ്റ് കിട്ടി. അവിടെ ഒരാവശ്യമില്ലാതെ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ മാതാവിനെ പറ്റി ഒരു പരാമർശം അവിടുത്തെ കോൺഗ്രസ് നേതാവ് എന്തോ നടത്തി. അത് സ്ത്രീകളിൽ വലിയ പ്രതികരണമാണ് ഉണ്ടാക്കിയത്. അവിടെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അത് അത്ര വലിയ വിജയത്തിലേക്ക് പോയത്. അത് ഒരു പാഠമാണ്. നരേന്ദ്രമോദി എന്നത് നമ്മുടെ തുടക്ക സമയത്ത് ആ മനുഷ്യനെ പറ്റി എന്തൊക്കെ വിമർശനം ഉണ്ടായിരുന്നെങ്കിലും ശരി, അതെല്ലാം മാറി ഇപ്പോൾ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഇന്ത്യയുടെ ഉയർച്ച, നമ്മൾ ലോകത്ത് ഒന്നാമതായിരിക്കണം, ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, മറ്റൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കിയവർ അദ്ദേഹത്തിനൊപ്പം പോകും. ഇപ്പം തരൂരിനെ പോലുള്ളവരെ നോക്കുക. ഗുലാം നബി ആസാദിനെ പറ്റി അദ്ദേഹം രാജ്യസഭയിൽ ഒരിക്കൽ പറയുകയും കണ്ണിനടിയുകയും ചെയ്തു. അതിനുശേഷം നമ്മളൊക്കെ, ഞാൻ അടക്കമുള്ളവർ ട്രോളിയിട്ടുണ്ട് ബിനോയ് വിശ്വത്തിനൊക്കെ. ആ ബിനോയ് വിശ്വത്തിന് അന്ന് ആദ്യമായിട്ടൊരു വീണ്ടും വിചാരം ഉണ്ടാകുന്നു. അദ്ദേഹം കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് പോയിട്ട് നരേന്ദ്രമോദി ഇരിക്കുന്നതിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിനെ തന്നെ കുറച്ച് നേരം വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ മനുഷ്യൻ നമ്മൾ കേട്ടറിഞ്ഞതുപോലെയല്ല, മുൻവിധി പോലെയല്ല എന്ന് അദ്ദേഹത്തിന് അന്ന് ആദ്യമായിട്ട് തോന്നിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ഒരു പക്ഷേ മോദിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൂരെ നിന്ന് നോക്കിയാലും അടുത്ത് നിന്ന് നോക്കിയാലും ഒക്കെ പ്രകടമായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം എന്നല്ല അതിന് പറയുന്നത്, ആ ഒരു ആകർഷണീയതയും ഒരു ഓറയൊക്കെ ഉണ്ട്. അതിനുപരി അദ്ദേഹം മാനസികമായിട്ടും സൗന്ദര്യമുള്ള വ്യക്തിയാണ്. അടുത്ത് ഇടപഴകുന്ന ആളുകൾക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ട് മാറുന്നത്. അത് ഒന്നോ രണ്ടോ എക്സാമ്പിൾ മാത്രമല്ല നമുക്ക് കാണിക്കാനുള്ളത്, അത് നിരവധി ആളുകളെ ഇതുപോലെ കാണിക്കാനുണ്ട് എന്ന് വരുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സംതിങ് മറ്റുള്ളവരിൽ ഇല്ലാത്ത എന്തോ ആ മനുഷ്യനുണ്ട്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവും.